എന്താണ് GHR ടൈൽസ്? അതെ, നമ്മൾ പോളിഷ് ടൈൽസ് കേട്ടിട്ടുണ്ട്, മാറ്റ് ടൈൽസ് കേട്ടിട്ടുണ്ട്, കാർവിംഗ് ടൈൽസ് നമ്മൾ അറിഞ്ഞു. പക്ഷേ GHR ടൈൽസ് എന്ന് പറയുന്ന ഈ GHR ടെക്നോളജിയാണ് ടൈൽ ലോകത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയും ഏറ്റവും ഡിസൈസീവ് ആയിട്ടുള്ള ടെക്നോളജി. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന വർഷങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന കൂടുതലും നമ്മൾ GHR ടൈൽസ് ആണ് കാണാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ ഹെവി ടൈൽസ് ആൻഡ് സാനിറ്ററിയിൽ 4 സെറ്റ് നമ്മളിങ്ങനെ കൺസെപ്റ്റ് ആയിട്ട് ഇവിടെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. ഇട്ടേക്കുന്നത് ബാത്റൂം കൺസെപ്റ്റ് ആണെങ്കിലും ഈ ടൈൽസിനെ നമ്മൾ ബാത്റൂമിൽ ലിമിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വീടിന്റെ ഏത് ഭാഗത്തും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. സോ GHR ടെക്നോളജിയെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. GHR ടെക്നോളജി ഓൾറെഡി നമ്മുടെ ഇടയിലുണ്ട്. അത് കാർവിംഗ് ടൈലിന്റെ പേരിലാണ് ആദ്യം വന്നത്. അപ്പം കാർവിംഗ് ടൈൽസ്, ഇപ്പൊ ഇത് നിറ്റ്കോയുടെ അർബാനോ സീരീസിലെ ഒരു കാർവിംഗ് ടൈലാണ്. ഇതിനകത്ത് നമുക്ക് ഈ ലൈൻസ് എല്ലാം ഫീൽ ചെയ്യും. അപ്പൊ ഇനി ഞാൻ കാർവിംഗ് ടൈൽസ് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കേരളത്തിലെ എല്ലാ ഉപഭോക്താക്കൾക്കും ഇപ്പോൾ അറിയാം കാർവിംഗ് ടൈൽസ് എന്തുവാണ്. നമുക്ക് ഈ വിരൽ കൊണ്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന സർഫേസസ് ആണ് കാർവിംഗ് ടൈൽസ്. പക്ഷേ കാർവിംഗ് ടൈൽസിനെ നമ്മൾ GHR എന്ന് വിളിച്ചില്ല. ഇപ്പൊ GHR എന്ന് പറഞ്ഞ് ഇപ്പം വേറെ ടൈൽസ് വരുന്നുണ്ട്. ഇപ്പൊ വ്യത്യാസം എവിടെ വരുന്നത് വെച്ചാൽ ഇതിനകത്ത് അൺലിമിറ്റഡ് പഞ്ചസ് ഉണ്ട്. കാർവിംഗ് ടൈൽസിനകത്ത് 2 പഞ്ചാണ് മാക്സിമം വന്നുകൊണ്ടിരുന്നത്. അതായത് ഒരു സോഫ്റ്റ് പാർട്ട് കാണും, ഒരു കാർവ്ഡ് പാർട്ട് കാണും. അപ്പൊ 2 പാർട്ട് മാത്രം. അപ്പൊ അത് ഒരു തരത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ GHR ടെക്നോളജിയുടെ ബേസ് മോഡലായിരുന്നു കാർവിംഗ് ടൈൽസ്. പക്ഷേ ഇപ്പം GHR ടെക്നോളജി ഫുൾ ബ്ലോൺ ഓപ്ഷൻസ് ആയിട്ടാണ് വരുന്നത്. ഒരു ലിമിറ്റേഷനും ഇല്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത്രയും വെറൈറ്റി ആയിട്ടാണ് GHR ടൈൽസ് വന്നേക്കുന്നത്. GHR ടൈൽസ് സാധാരണ ഒരു പോളിഷ് ടൈല് പണ്ട് നോക്കും, അല്ലെങ്കിൽ ഒരു മാറ്റ് ടൈല് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിരൽ വെച്ച് അല്ലെങ്കിൽ 2 വിരൽ ഇങ്ങനെ ഓടിച്ച് നമ്മൾ ചെക്ക് ചെയ്യുമായിരുന്നു. കാർവിംഗ് ടൈൽ വന്നപ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മുടെ വിരലുകൾ ടൈലിൽ കൂടെ ഓടിക്കാൻ തുടങ്ങി. അപ്പോൾ വേര് ത്രൂ ഔട്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഫുള്ളി പാച്ച്ഡ് ആണോ, അതുപോലെയൊക്കെ നമ്മൾ നോക്കാം. പക്ഷേ GHR ടൈൽസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ കൈയുടെ ഫുൾ പത്തി ഉപയോഗിച്ച് നിങ്ങൾ ഈ ടൈലിനെ സ്കാൻ ചെയ്യണം. ഈ സ്കാൻ ഇങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ ശരിക്കും അതിനകത്തുള്ള പഞ്ചസ് എന്തൊക്കെയാണ്. വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇത്രയും ബ്യൂട്ടിഫുൾ പഞ്ച്, ഇത്രയും ബ്യൂട്ടിഫുൾ ഫീല് ഈ ടൈൽസിനുള്ള. നിങ്ങൾ ഇത് ടച്ച് ചെയ്യുക, അതായത് തൊട്ടാൽ പോലും മതിയാവില്ല. നിങ്ങൾ ലിറ്ററലി നിങ്ങളുടെ കൈ വെച്ച് ടൈൽസ് സ്കാൻ ചെയ്യണം. അത്രയും ഡെപ്തും അത്രയും വെറൈറ്റി ഇതിന്റെ മാറ്റ് ഫിനിഷിലുണ്ട്. കാർവിംഗ് ടൈൽസ് നമുക്കറിയാം മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. അത് എല്ലാവരും കേട്ടും അനുഭവിച്ചു അറിഞ്ഞ ഒരു കാര്യമാണ്. സോ സിമിലർലി GHR ടൈൽസും മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഈസിയാണ്. പക്ഷേ ഇതിനകത്തുള്ള ടെക്സ്ചർ ഉണ്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ, ഇപ്പോൾ വീഡിയോ കൂടെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ടെക്സ്ചർ ഉള്ള ടൈൽ ക്ലീൻ ചെയ്യാൻ പാടായിരിക്കും. പക്ഷേ ഒട്ടുമല്ല, വളരെ സിമ്പിളാണ്. ഇൻഫാക്ട് പോളിഷ് ടൈലിനെക്കാട്ടിലും ഈസിയാണ് GHR ടൈൽസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. GHR ടൈൽസ് ഇവിടെ ഈ ചെയ്തേക്കുന്ന കൺസെപ്റ്റിനകത്ത് നിങ്ങൾക്ക് കാണാം, ഒരു ഫോറസ്റ്റ് ആണ് ഇവിടെ കൺസീവ് ചെയ്തേക്കുന്നത്. ഫോറസ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ ടൈൽ ഈ പ്ലെയിൻ ടൈലാണ്. ഈ സെയിം പ്ലെയിൻ ടൈലാണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഈ ടൈലിന്. പക്ഷേ ഈ ടൈലിന്റെ പുറത്ത് 2 ലെയർ പ്രിന്റിംഗ് ഇതിന്റെ പുറത്ത് വീണ്ടും ഉണ്ട്. ഒരു പഞ്ചിന്റെ ലെയർ ഉണ്ട്, ഒരു പ്ലെയിൻ പഞ്ച് ഉണ്ട് പഞ്ചിന്റെ പുറത്ത്, പിന്നെ ഈ കാണുന്ന ഡിസൈനിന്റെ ഒരു ലെയർ ഉണ്ട്. ഈ ബോഡി കാണുന്ന ഏതൊരു ഡിസൈനും, ഒരു ഇല ആയാലും ഒരു ഇതായാലും, ഈ കിഴിക്കുന്ന കിളി ആയാലും ഇതിന്റെ ചുണ്ടായാലും കണ്ണായാലും, ഇതെല്ലാം നമുക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ടൈംലെസ് മെറ്റീരിയൽ ആണ്. GHR ടൈൽസിന് ഉള്ള ഫുൾ എക്സ്പാൻഷൻ ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഗ്ലേസ്ഡ് ഹൈ റെസിസ്റ്റൻസ് ടൈൽസ്, GHR എന്ന് പറയുന്നത് ഗ്ലേസ്ഡ് ഹൈ റെസിസ്റ്റൻസ്, അതാണ് GHR. അതിൻ്റെ കൂടെ നമ്മൾ ടൈൽസും കൂടെ ചേർത്ത് GHR ടൈൽസ് ആയി. അപ്പം GHR ടൈൽസിനകത്ത് നമുക്ക് ഈ ഒരു ഡിഫറൻസസ്, അതായത് ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും, ഒരു പൂവാണെങ്കിലും പൂവിൻ്റെ പെറ്റൽസ് ആണെങ്കിലും എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റും. സോ ഇതൊന്നും ബോഡിക്കകത്തല്ല പഞ്ച്, ഇത് ഗ്ലേസിനകത്തെ പഞ്ചാ. ഗ്ലേസ് വളരെ എക്സ്പെൻസീവ് പാർട്ടാണ് ഒരു GHR ടൈൽസിന്റെ, അല്ലെങ്കിൽ ഏതൊരു ടൈലിന്റെയും വലിയ എക്സ്പെൻസീവ് പാർട്ടാണ് ഗ്ലേസ്. അപ്പൊ ഗ്ലേസിന്റെ കനം കൂടുന്തോറും ടൈലിന്റെ പ്രൈസും കൂടും. സോ അതാണ് ഈ ടൈൽസ് ചീപ്പ് അല്ല. അറ്റ്ലീസ്റ്റ് ഇന്ന് ഇത് ചീപ്പ് അല്ല. കാർവിംഗ് ടൈൽസ് ചീപ്പ് ആയിട്ടുണ്ട്, കാരണം കാർവിംഗ് ടൈൽസ് GHRന്റെ ബേസ് മോഡൽസാണ്. പക്ഷേ GHR ഇപ്പോഴും എക്സ്പെൻസീവാണ്. GHR മാർക്കറ്റിൽ സിംബോളോ പോലത്തെ കമ്പനീസ് നെക്സിയോൺ എന്ന് പറയുന്ന പേരിലാണ് GHR ടൈൽസ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. കജാരിയയ്ക്ക് GHR ടൈൽസ് വേണമെങ്കിൽ പറയാം. കാശ്മീർ മാർഫിൽ ഗ്ലിറ്റ്സ് മാറ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് GHR ആണ്. ഇപ്പം പല കമ്പനീസും GHRന്റെ ഫുൾ കാറ്റലോഗുമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് വരും വർഷങ്ങളിൽ ഇതിന്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കുറയും. പക്ഷെ നിലവിൽ സ്വല്പം എക്സ്പെൻസീവാണ്. അപ്പം മാനേജ്മെന്റ് പോളിസിയാണ് പ്രൈസ് ഫോണിൽ. ഇതിന് വീഡിയോക്കകത്ത് പറയത്തില്ല, ബട്ട് നിങ്ങൾക്ക് നേരിട്ട് വന്നാൽ ഇത് കാണാം. ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണെങ്കിലും മെയിൻ ബാത്റൂംസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇത് എടുക്കാം. ഇനി ഇതിനെ ബാത്റൂമിലേക്ക് ലിമിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊന്ന് ആലോചിക്കാം, ഈ ഒരു പ്രിന്റ് നിങ്ങൾ ബെഡ്റൂമിന്റെ അല്ലെങ്കിൽ ബെഡിന്റെ ബാക്കിലോ അല്ലെങ്കിൽ TV കൺസോളിന്റെ ബാക്കിലോ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അൺബീറ്റബിൾ. ഇതിനെക്കാട്ടിലും നല്ല വേറൊന്നും ചെയ്യാനില്ല. GHR ടൈൽസിനെ കുറിച്ച് നമുക്ക് ഇനിയും മനസ്സിലാക്കാം. സോ ഇവിടെ വീണ്ടും ഒരു മൂന്നാമത്തെ നമ്മുടെ GHR ടൈൽ കളക്ഷനിലെ മൂന്നാമത്തെ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ള ഒരു മെറ്റീരിയലാണ് ഇത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ കാണുന്ന ഡിസൈൻ ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. വളരെ സ്മൂത്ത് ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഒരിക്കലും ഡേർട്ട് ക്യാച്ച് ചെയ്യത്തില്ല. പക്ഷേ ഈ ഒരു ടൈലിന്റെ പ്രത്യേകത ഇതിന്റെ
ഈ ഫിഷ് ബോൺ പഞ്ച് ഇതിനകത്തുള്ളതാണ്. അപ്പോൾ ഫിഷ് ബോൺ പഞ്ചിന്റെ പുറത്തൂടാണ് ഈ GHR പ്രിന്റിംഗ് ചെയ്തേക്കുന്നത്. ഇത് കൂടാതെ ഇതിനകത്ത് മാർബിളിന്റെ ഒരു ലൈൻസ്, ഒരു ഗ്രെയിൻസ് ഇതിനകത്ത് താഴെ വളരെ സട്ടിലായിട്ട് കിടപ്പുണ്ട്. ഒരുപക്ഷെ ക്യാമറ ഡിസ്പ്ലേ മിക്കവാറും അത് പിടിക്കത്തില്ല, നേരിട്ട് വന്നാലേ അത് കാണാൻ പറ്റത്തുള്ളൂ. സോ നമ്മളിപ്പം പല വെറൈറ്റി അതായത് ഒരു പഞ്ച്, ഒരു ജോമെട്രിക് ഫിഗർ, ഇപ്പോൾ ഫിഷ് ബോൺ പാറ്റേൺ അല്ലെങ്കിൽ ഹാരിംഗ് ബോൺ പാറ്റേൺ അല്ല, ഫിഷ് ബോൺ പാറ്റേൺ നമ്മൾ ഇതിനകത്ത് പഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജോമെട്രി ആയി. ഇനി ജോമെട്രിയുടെ കൂടെ തന്നെ മാർബിളിന്റെ നാച്ചുറൽ ലൈൻസ് മെർജ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ടെക്നോളജി നമ്മളെ എനേബിൾ ചെയ്യുന്നത്. അതുകൂടാതെ ഈ കാണുന്ന ഭിത്തിയിൽ നിങ്ങൾ കാണുന്ന എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടൈലിന്റെ പുറത്ത് 2 ലെയർ വർക്കും കൂടെ ചെയ്തിട്ടാണ് ഇത് അച്ചീവ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഒരു സംശയം വേണ്ട, GHR ടൈൽസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഓഫ് ടൈൽസ് ആണ്. കാരണം ഇത് ഇവിടെ സെല് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇന്ന് GHR ടൈൽസ് മെയിൻ ഫ്ലോറിൽ ഡിസ്പ്ലേയിൽ വെച്ചേക്കുന്ന ഏക കട AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലമാണ്. വേറെ ഒരു കടയും ഇതുവരെയും ഒരു GHR ടൈൽസും മെയിൻ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടില്ല, സെല്ല് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഞങ്ങൾക്കും ഇത്രയും ഹൈ പ്രൈസ് മെറ്റീരിയൽ എങ്ങനെ സെല്ല് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളും ആലോചിച്ചു. അതുകൊണ്ട് ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റി എടുത്തില്ല, പക്ഷേ ഇപ്പൊ റീഓർഡർ ചെയ്യേണ്ട സ്ഥിതിയാണ്. കാരണം മെറ്റീരിയലിന്റെ ബ്യൂട്ടിയും അതിന്റെ വർത്തും ടച്ച് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ കോസ്റ്റ് ഒരിക്കലും ഒരു കോസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ 30-33 രൂപയുടെ ഡയലുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത്. ആ പ്രൊഡക്ട്സ് എല്ലാം ലോങ് റണ്ണിൽ നമുക്ക് ദോഷം ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്, ഫൈനാൻഷ്യലി നമുക്ക് ലോസ് ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് ആണ്. ഈ പ്രൊഡക്ട്സ് ജനറേഷൻസ് ലാസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. നോട്ട് ഓൺലി ടെക്നിക്കലി, പക്ഷേ ഇതിന്റെ എസ്തെറ്റിക്സും അതുപോലാണ്. എത്ര തലമുറ കഴിഞ്ഞാലും ഇതിന് ഒരു ഇടിവ് ഇതിനകത്ത് എസ്തെറ്റിക്കലി ഇതിനൊരു ഇടിവ് വരത്തില്ല, ടെക്നിക്കലി വരത്തില്ല എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. എസ്തെറ്റിക്കലിയും ഇത് ഒരിക്കലും ആർക്കും മടുക്കത്തില്ല. സോ ഇറ്റ്സ് എ വെരി ലോങ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എ വെരി ബ്യൂട്ടിഫുൾ ഇൻവെസ്റ്റ്മെന്റ് വിച്ച് യു ഷുഡ് കം ആൻഡ് ടേക്ക് എ ലുക്ക് അറ്റ് AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം. ഇനി ഒരു മോഡലും കൂടെ ഉണ്ട്, അതും കൂടെ കണ്ടു നോക്കാം. സോ ഇതാണ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അത് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ചും പറയാനുള്ളത്. ഈ കളേഴ്സ് ഇതുപോലത്തെ ഡീസാച്ചുറേറ്റഡ് ഡീപ്പ് കളേഴ്സ് വരാൻ തുടങ്ങിയിട്ട് ഇപ്പം മാർക്കറ്റിൽ ഒരു 4 വർഷമെങ്കിലും ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്വല്പം സ്ലോ ആയിരുന്നു ഇതിനെ ക്യാച്ച് ചെയ്യാൻ ഈ ഒരു ട്രെൻഡ്. അത് വേറെ കാരണമൊന്നുമല്ല. ഇനിഷ്യലി ഇതുപോലത്തെ ടൈൽസ് കൊണ്ടുവന്ന കമ്പനീസ് എല്ലാം വളരെ ലോ ക്വാളിറ്റി കമ്പനീസ് ആണ് ഈ കളേഴ്സുമായിട്ട് വന്നത്. ഒരു നല്ല കമ്പനി, ഒരു ക്രെഡിബിൾ കമ്പനി, നമ്മൾ കൊടുക്കുന്ന പണത്തിന് നമുക്ക് മൂല്യം കിട്ടുന്ന ഒരു കമ്പനി ഈ പ്രൊഡക്റ്റുമായിട്ട് വരാൻ കാത്തിരുന്നു. ഇപ്പം ഈ മൊണോലിത്തിനകത്ത് നമുക്ക് ഈ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. ഈ കളർ കാണുമ്പം ഐ ഗസ് വളരെ ഇംപ്രസീവ് ആണ്. നമ്മുടെ കൺവെൻഷനലി നമ്മൾ കാണുന്ന മെറ്റീരിയലിനെക്കാട്ടിലും വളരെ ഡിഫറെന്റ് ആണ്. ഇനി അത് മാത്രമല്ല, ഈ GHR ടൈലിനെ കുറിച്ചും എനിക്ക് അതേ പറയാനുള്ളൂ. ഈ കാണുന്ന ഓരോ പൂക്കളും, ഇതിനകത്തെ ഓരോ ഇലയും, അതിന്റെ തണ്ടും, ഇതിന്റെ സ്റ്റെമ്മും, ഈ ബട്ടർഫ്ലൈ, ഇതെല്ലാം നമുക്ക് വിരൽ വെച്ച് ഫീൽ ചെയ്യാം. റിയൽ ഒരു ഗാർഡൻ നമ്മൾ ഫീൽ ചെയ്യുന്ന പോലാണ്. പിന്നെ അഗെയിൻ GHR ടൈൽസ് ഞാൻ നേരത്തെ പറഞ്ഞു, GHR ടൈൽസ് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മുടെ പാം വെച്ച് ഇതിനെ സ്കാൻ ചെയ്യണം. പാം വെച്ച് സ്കാൻ ചെയ്താലേ നമുക്ക് ഇതിന്റെ പഞ്ചസ് മനസ്സിലാവത്തുള്ളൂ. പക്ഷേ ഈ ടൈൽസിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ഹൈ ഫോട്ടോഗ്രാഫിക് വാല്യൂ ആണ്. അതായത് നിങ്ങൾ ഈ ടൈൽസിനെ ഫോട്ടോഗ്രാഫ് ചെയ്താൽ ഫോട്ടോഗ്രാഫിൽ ഈ ടൈൽസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വരും. സോ നിങ്ങളുടെ വീടിന്റെ ഫോട്ടോഗ്രാഫ്സ് നിങ്ങൾ എടുത്തല്ല, വീടിന്റെ ഫോട്ടോഗ്രാഫ്സ് ആർക്കെങ്കിലും അയച്ചാൽ ഡെഫിനറ്റ്ലി മറ്റേത് ടൈലിനെക്കാട്ടിലും ഇംപ്രസീവ് ആയിരിക്കും ഈ ടൈൽ. ഇനി നമ്മൾ ഇതിന്റെ നോക്കുവാണെങ്കിൽ ബേസ് ടൈൽ, നമുക്ക് ഈ റെഡ് കളറിലെ ടൈൽ നോക്കാം. നോർമൽ മാറ്റ് ഫിനിഷ് പോലെ അല്ല, ഇത് വളരെ സോളിഡ്, നമ്മൾ ഒരു സ്റ്റീലിനകത്ത് എന്തോ ചെയ്ത ഒരു മെറ്റീരിയൽ പോലെ ഇരിക്കുന്നു. ടച്ച് ചെയ്യുമ്പോഴേ നമുക്കറിയാം വളരെ ഈസി ടു മെയിൻറ്റെയിൻ ആണ്. നിസ്സാര മെയിൻ്റനൻസ് ഉള്ള ഒരു പോളിഷ് ടൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെക്കാട്ടിലും ഈസിയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ. നിലവിൽ കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ ഇറ്റ് ഈസ് വർത്ത് ഇൻവെസ്റ്റിംഗ്. സോ മൊണോലിത്തിന്റെ GHR ടൈൽസിന്റെ കളക്ഷൻ കൊല്ലത്ത് ഇപ്പൊ ലൈവ് ആണ്. നിങ്ങൾ വരണം, ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഡെഫിനറ്റ്ലി ചിലപ്പം കോസ്റ്റ് വൈറ്റ് നിങ്ങൾക്ക് ബഡ്ജറ്റിനകത്ത് ഫിക്സ് ആവത്തില്ല, പക്ഷേ ഒരു ബാത്റൂം എങ്കിലും ഡെഫിനറ്റ്ലി കേരളത്തിൽ ആർക്കും ഇത് വെച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബാത്റൂം ഡെഫിനറ്റ്ലി കളക്ഷനകത്ത് കാണും. സോ നിങ്ങളെയും കാത്ത് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ നല്ല കണ്ടന്റ്സ്, വീടും ടൈലിങ്ങുമായിട്ടുള്ള കണ്ടന്റ്സുമായിട്ട് വരുന്ന ചാനലാണ്. സോ ഇത് വീട് വെക്കുന്ന ഫ്രണ്ട്സോ ഫാമിലിയോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഷെയർ ചെയ്യണം. അവർക്ക് ഒരുപാട് ബെനിഫിറ്റ്, ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ചാനൽ. ഇനി ലൈക്സിനും കമന്റ്സിനും ഞങ്ങൾ കാത്തിരിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും ഒരു സൂപ്പർ പ്രൊഡക്റ്റുമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.